പ്രവാചകൻ യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 10. അങ്ങനെ തൻ്റെ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ ഇളയ മകനായ ബിനിയാമീനെ കൂടി അവരുടെ കൂടെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അവർ യാത്ര പുറപ്പെടാൻ നേരം പിതാവായ യാക്കൂബ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഒരേ നഗര കവാടത്തിലൂടെ പ്രവേശിക്കരുത്. വ്യത്യസ്ത നഗര കവാടങ്ങളിലൂടെ വേണം ഈജിപ്തിൽ പ്രവേശിക്കാൻ. കാരണം ഒരു സംഘമായി ഇങ്ങനെ നീങ്ങുമ്പോൾ പലരും സംശയിക്കും, എന്തെങ്കിലുമൊക്കെ ഇവർ വല്ല കൊള്ളസംഘമാണോ അല്ലെങ്കിൽ രാജ്യത്ത് വല്ല അട്ടിമറി നടത്താൻ വേണ്ടി വന്നവരാണോ എന്നൊക്കെ സംശയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ വേണം പ്രവേശിക്കാൻ അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ അവർ യൂസുഫിൻ്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം തൻ്റെ സഹോദരനെ ബിനിയാമീൻ എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് ബിനിയാമീൻ. അങ്ങനെ ബിനിയാമീനെ യൂസുഫ് തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം കഴിഞ്ഞ 21 വർഷക്കാലത്തെ തൻ്റെ അനുഭവങ്ങളൊക്കെ അനുജനോട് വിവരിക്കുന്നു. അങ്ങനെ അവസാനം ഈ ബിനിയാമീനെ അവിടെ തന്നെ നിർത്തണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. ഇവരുടെ കൂടെ തിരിച്ച് പറഞ്ഞേക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. ഈ സഹോദരന്മാർക്കുള്ള എല്ലാ ഭാണ്ഡക്കെട്ടുകളും ഒക്കെ തയ്യാറാക്കി അതിൽ ബിനിയാമീൻ്റെ ഭാണ്ഡത്തിനകത്ത് ഈ സ്വർണത്തിൻ്റെ ഒരു അളവ് പാത്രം രഹസ്യമായി നിക്ഷേപിച്ചു. അങ്ങനെ ഈ യാത്രാസംഘം തിരിച്ച് പുറപ്പെടാൻ നേരത്ത് ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ഭടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആരോ ഒരാൾ മോഷ്ടാവാണ്. രാജാവിൻ്റെ സ്വർണ്ണപാത്രം കാണുന്നില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും മോഷ്ടാക്കളല്ല, ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്യില്ല. അപ്പോൾ അഥവാ ഇനി നിങ്ങളിൽ ആരെങ്കിലും മോഷ്ടാവാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം?